ഈ ഇവിടെ ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത സാധനം സോഷ്യൽ മീഡിയ ദുരുപയോഗം ഇത് ഓരോരുത്തർ വീഡിയോ ഉണ്ടാക്കുന്നതാണ്. 15-കാരന്റെ പിതാവാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എവിടെയാണ് അദ്ദേഹത്തിന് പിഴച്ചതെന്ന്. ചേട്ടാ, മുഖം വേണമെങ്കിൽ മറച്ചു പിടിക്കാട്ടോ, കാണിക്കണം നിർബന്ധമില്ല. ഭയങ്കര കണ്ടന്റ് ആയിപ്പോയി. ഞാൻ അനുഭവിച്ച വേദനയെല്ലാം മാറുക, നാളെ കടയിൽ ഇല്ലാണ്ടാവുക. എനിക്ക് പറയാനുള്ളതിൽ എന്റെ മുഖം കണ്ടിട്ട് എന്റെ മക്കൾ കേൾക്കണം, എന്നാലും ഓൽക്കെങ്കിലും ഒരു ബോധോദയം ഉണ്ടാവുക. എനിക്കറിയാ പേച്ചെന്നല്ലേ, ഓനെ ഞാൻ വിശ്വസിച്ചു പോയി. ഓൻ വീട്ടിൽ എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് നാട്ടിൽ നിന്ന് ഞാൻ വിശ്വസിച്ചു. അതെനിക്ക് പേച്ച്. ഓൻ മാത്രല്ല, ഓന്റെ പ്രായത്തിലുള്ള ഭൂരിഭാഗം കുട്ടികൾക്ക് ചേർക്കുന്നില്ല. പൈസ ഒന്നും ഇല്ലെങ്കിലും നാട്ടുകാരും വലിയ വിലയും വിലയുണ്ട്. അതെല്ലാം അപ്രായത്തിലുള്ള മക്കളുടെ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ നിങ്ങളെ രക്ഷിതാക്കളെ പറ്റി ഒന്ന് ആലോചിക്കണം. ഒരുപാട് സ്വപ്നം കണ്ടു, കഷ്ടപ്പെട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സെന്റി സാധനം ഇറക്കി വിടുക. എല്ലാ മക്കളും അള്ളാഹു കാക്കട്ടെ എന്ന്. അപ്പൊ ഇത്രയും നാളൊക്കെ അള്ളാഹു എന്തോ ചെയ്യുന്നു. യെസ് വി കീപ്പ് അവർ ഡോട്ടർ ഓൾ പേരൻസ് ഞാൻ്റെ കടിച്ചു വെക്കുന്നു, സാധനമില്ല കേട്ടോ എന്ന്. ഇത് ക്രിയേറ്റഡാ. അങ്ങനെയുള്ള മക്കളെ വളർത്തണ്ട, പോട്ടെ, പടച്ചോൻ പൊറുക്കുക. പാവം ആ പിതാവ്. സത്യം ഇക്ക കരഞ്ഞു പോയി ഞാൻ. ആണോ? തൂറിയില്ലല്ലോ, കരഞ്ഞങ്ങ് തൂറാൻ വരാൻ ഇത് കണ്ടിട്ട്. ചേട്ടാ, നിങ്ങളെപ്പോലെ തന്നെ ഞാൻ 5 വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പൈസ നഷ്ടം വേറെയെന്ന്. സാരമില്ല അച്ഛാ. വീഡിയോ വഴി ഒരു പിതാവിന്റെ രോദനം എന്തൊരു സങ്കടമായി ആണ് ആ മനുഷ്യന്റെ അവസ്ഥ. മറ്റൊന്നുമല്ല, സ്നേഹിച്ചും മുന്നിച്ചും. ഇതിനകത്തെ അല്ല നീ കാക്കണേ. ഇവർ ഈ പറഞ്ഞ ഇയാൾ ഈ ചെയ്ത കണ്ടന്റില് ഇയാൾ ആരെ ബ്ലെയിം ചെയ്യുന്നു? ഇയാൾ ബ്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ക്രിയേറ്റഡോ അല്ല വേണ്ട, ഇനി ഒറിജിനൽ അപ്പനോ ആരും ആയിക്കോട്ടെ, ഇവരാരെയായി ബ്ലെയിം ചെയ്തത്? ഇത് എത്ര വയസ്സുള്ള കൊച്ചിനെ ഈ ബ്ലെയിം ചെയ്യുന്നത്? നാണമുണ്ടോ ഇത്രയും മുതിർന്ന് ഇത്രയും നാൾ ഇവിടെ ജീവിച്ചിട്ട് ഇവർക്ക് കൊച്ചിനെ ബ്ലെയിം ചെയ്യാൻ തോന്നുന്നു? ഇവരുടെ മകനാവാം, മകളാവാം, ആരുമാവാം. ഇവിടെ ഇത്രയും ഇവരെന്തൊക്കെയാ ചെയ്തത് ഈ കൊച്ചിനെ നന്നാക്കാൻ? ഇവർ ചെയ്തത് ഇതിനെ പള്ളിയിൽ കൊണ്ടുവിട്ട് കാണും, മദ്രസ പഠിപ്പിച്ച് കാണും, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടോ അല്ല വേണ്ട ഫ്രീഡം കൊടുത്തോ എങ്ങനെ ആയിക്കോട്ടെ, ചുമ്മാ അങ്ങ് വളർത്തുക. ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയത്തില്ല എന്നോ? കൊച്ചിനറിയത്തില്ല. കൊച്ചൊരു കൊച്ചാണ്, ഫ്രഷ് ബ്രെയിൻ. പേരന്റിങ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് മോശമായാൽ, സ്കൂളിങ് മോശമായാൽ, പിന്നെ ഈ സൊസൈറ്റിയിൽ ഈ പോലീസ് അല്ലാതെ ഈ പറഞ്ഞ പോലത്തെ നിയമ സംവിധാനത്തിന്റെ വീഴ്ച ഉണ്ടായാൽ, കൈക്കൂലി മേടിക്കുന്നതും അഴിമതി നടത്തുന്നതുമായിട്ടുള്ള ആളുകൾ ഉണ്ടായാൽ, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഭരണകൂടം എന്ന് പറയുന്നവർക്ക് കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാവാതിരുന്ന് ചതിയും വഞ്ചനയുമായിട്ടൊക്കെ നടക്കുന്ന മനുഷ്യർ കൂടിക്കഴിഞ്ഞാൽ അവിടെ ഇതുപോലുള്ള സംഭവങ്ങളും കൂടും. മദ്യവും മയക്കുമരുന്നും ഒക്കെ അടിച്ച് നശിക്കുന്ന തരം ആളുകൾ കൂടുതലുണ്ടാവും. കൊലപാതകം, പിടിച്ചുപറി, ബലാത്സംഗം, മോഷണം, പീഡനം ഇതും വർദ്ധിക്കും. ഇപ്പൊ തട്ടിക്കൊണ്ടുപോക്ക്, ആളെ കാണാതെ അതും വർദ്ധിച്ചിട്ടുണ്ട്. ഈ കണ്ണിപ്പൊടിയിടുന്ന പരിപാടി അല്ലാതെ ഇതിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ മാനേജ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം അറിയാത്ത, അല്ല അതിനെക്കുറിച്ച് പഠിക്കാത്ത, അല്ല അതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ സംസാരിക്കാത്ത ഈ സൊസൈറ്റിയിൽ ഇങ്ങനെ ഇരുന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. ഇപ്പോഴും പേരൻസ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. എത്ര വാർത്ത കേട്ടിട്ടും എന്ത് നടപടി എടുത്തത്? കുറെ പേര് പിടിക്കുമോ? പോലീസ് കേസിൽ പെടുത്തുമായിരിക്കും. എന്നിട്ട് ഓരോ ദിവസം ഇരുന്ന് ആഭ്യന്തരമന്ത്രി എന്ന് പറയും കുട്ടികളെ നമ്മൾ തിരിച്ചു കൊടുക്കും, അവരെ കേസ് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ പിഴ ഈടാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോഴും ഇവരിതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയിൽ ഇവർ തൊട്ടിട്ടില്ല. ഇവരെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. ഈ എല്ലാ പിള്ളേരും പോയി കഞ്ചാവ് അടിച്ച് അടിമയാവുകയും ഇങ്ങനെ അക്രമാസക്തരാവുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പേരുദോഷം ഉണ്ടാക്കുകയും ചെയ്യത്തില്ല. ഒരുപാട് പേര് കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവും, MDMA അടിച്ചിട്ടുണ്ടാവും, പലതും അടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും പുറത്താരും അറിയാതെ അടിക്കുന്നവരാ കൂടുതൽ. പിന്നെ എന്തുകൊണ്ടായിരിക്കും വളരെ കുറച്ച് പേര് ഇതിനകത്ത് പോയി ഇങ്ങനെ ആവുന്നത് എന്ന് ചിന്തിക്കണം. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തീർത്ത് പറയാൻ പാടില്ല. എന്നാൽ പോലും ഞാൻ പറയാം, അതിന്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ഗവൺമെന്റ് തന്നെ കൊടുക്കാം. ഇറസ്പോൺസിബിൾ ഗവൺമെന്റും ഇറസ്പോൺസിബിൾ എന്താ പറയുക ഇവിടുത്തെ നിയമ സംവിധാനം, ഓക്കെ, ടോട്ടലി ഗവൺമെന്റ്. രണ്ടാം സ്ഥാനം പേരൻസിനാണ് വരുന്നത്. പേരൻസും സ്കൂളും അതും ഈ ഗവൺമെന്റിനകത്ത് വിടും. പേരൻസിന്റെ റോള് സെക്കൻഡ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ നേരം ചെലവഴിക്കുന്ന സ്കൂളുകളിലാണ്. പേരൻസിനോട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം കുറച്ചേരൊക്കെ കിട്ടുന്നുള്ളൂ, ബാക്കി സമയമൊക്കെ സ്കൂളിലാണ്, പഠിത്തമാണ്. അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്? എന്ത് പഠിപ്പിക്കാനാണ് ഈ വീട്ടുകാരെ കൊണ്ട് വിട്ടത്? അതൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കഞ്ചാവ് മയക്കുമരുന്ന് അടിക്കരുതെന്ന് മാത്രമല്ല, അഴിമതി ചെയ്യരുത്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, ഉന്തിത്തള്ളി എല്ലാം എൻ്റെ തലയിലോട്ട് കയറ്റണം, എനിക്ക് ഫസ്റ്റ് കിട്ടണം എന്നുള്ള സാധനം അതും പഠിപ്പിക്കരുത്. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എപ്പോഴാണ് ഏതെങ്കിലും ഒരു ആള് ഇതുപോലുള്ള മയക്കുമരുന്നോ കഞ്ചാവോ എന്തോ ആയിക്കോട്ടെ, മദ്യമാവാം, എന്തിനാ കഞ്ചാവിന് MDMA തന്നെ പറയുന്നത്, മദ്യപിച്ച് നശിച്ചു പോയില്ലേ ഇതിനു മുമ്പ്? കുറെ തലമുറ ഇപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുമല്ലേ. അവരെന്തുകൊണ്ട് അവിടെ എത്തുന്നു ചിന്തിക്കാതെ? എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ആവുന്നത്? എന്തുകൊണ്ടാവുന്നു? ഈ സാധനം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ കൊണ്ട് എല്ലാവരും ആവണം. ഇനി ഇവിടെ ഇല്ലായിരുന്നെങ്കിലോ? ഇവർ തന്നെ മെച്ചപ്പെട്ട വേറെ ഉണ്ടാക്കുമോ? അപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അത്രേ ഉള്ളൂ.
നേരത്തെ മദ്യമാണ് ഈ പേരുദോഷം മൊത്തം. ഒരു 2 കൊല്ലം ഒരു കൊല്ലം മുമ്പ്, അതായത് ഇപ്പോൾ ഒരു 70s കിഡ്സ് ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ പറ, ഈ പേരൻസ് പറ, അന്നൊക്കെ കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരുന്ന മദ്യം വിഷമാണ്, മദ്യം കുടിക്കരുത്, മദ്യം മറ്റേതാണ്, മദ്യം മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് റോഡ് നീളെ ജാഥ നടത്തുക. ഇപ്പം മദ്യം ഭയങ്കര സേഫാണ്. ആര് പറഞ്ഞു? എന്താ മനുഷ്യൻ പുതിയതായിട്ട് ഇവരെ പെട്ടെന്ന് എവല്യൂഷൻ സംഭവിച്ചു? മദ്യം ഇപ്പോഴും ഏറ്റവും ഡേഞ്ചറസ് ഡ്രഗ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു വസ്തു തന്നെയാണ്. അതിനെ ഇങ്ങനെ സൈഡിൽ അങ്ങ് സാധൂകരിച്ച് ഗവൺമെന്റിന് വിറ്റ് കാശുണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് അതിനെ അങ്ങ് വഴിച്ചു വിട്ടിട്ട് ഇപ്പുറത്തിരുന്ന് ഈ കഞ്ചാവെന്നും MDMA എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇതിനെ ഇങ്ങനെ നൈസായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു കള്ളത്തരമാണ്. അതാണ് അഴിമതി. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഴിമതി. അത് മനസ്സിലാക്കാതെ കിടന്നുകൊണ്ട് ഇവിടെ അതാണ് മക്കള് കഞ്ചാവ് അടിച്ചുകൊണ്ടൊക്കെ നശിച്ചെന്ന് പറയുന്നതിനകത്ത് പിന്നെയും പ്രശ്നമുണ്ട്. പേരന്റിങ്ങിന്റെ ഇഷ്യൂ വിട്ടേക്കാം. ഗവൺമെന്റിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ മാനസിക ആരോഗ്യം എന്ന് പറയുന്ന ആരോഗ്യത്തെ പറ്റി, അല്ലെങ്കിൽ അവരുടെ വെൽബീയിങ്ങിനെ പറ്റി ഒരു കൺസേണും ഇല്ലാത്തൊരു ഗവൺമെന്റ്. ഇതുവരെ ഒറ്റ ഒരു പാർട്ടിക്കാരും ഭരിക്കാൻ വന്നിട്ട് എന്തുകൊണ്ടാണ് മെന്റൽ ഹെൽത്തിനെ പറ്റി കൂടുതൽ പഠനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ടാകുന്നില്ല? ഇന്ന് ഇത്രയും കൊലപാതകം നടന്നതെല്ലാം മാനസിക രോഗികളാണ്. ഒരുപാട് മാനസിക രോഗ പ്രശ്നങ്ങൾ എന്നും റിപ്പോർട്ട് ചെയ്തിട്ട് അത് കേസാക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ജയിലിലിടുന്നു, പിന്നെ ഇറങ്ങി വരുന്നു. ഇതെല്ലാം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഒരുപാട് കൊലപാതകങ്ങൾ ഒന്നിച്ച് കൊല ചെയ്തു, വീണ്ടും കൊല ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. എന്തോരം ആണും പെണ്ണും ഇതിന് പ്രായമൊന്നുമില്ല. കൊച്ചു പിള്ളേർക്ക് വരെ പ്രശ്നങ്ങളുണ്ട്. ഇത് കുട്ടിക്കാലത്തെ ഇപ്പൊ ADHD ഉള്ള പിള്ളേരൊക്കെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രോപ്പർ കെയറോ ട്രീറ്റ്മെന്റോ കിട്ടുന്നുണ്ടോ? കാശുള്ള വീട്ടിലെ പിള്ളേർക്ക് കിട്ടുന്നുണ്ട്. കാശുള്ള വീട്ടിലുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിലോ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിലോ അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട്, കെയർ കിട്ടുന്നുണ്ട്, അവർക്ക് നോക്കാനുള്ള പ്രാപ്തിയുണ്ട്. അതല്ലാത്തവരെ കിടന്ന് അനുഭവിക്കുന്ന മുഴുവനും ഇതിന്റെ ഉത്തരവാദിത്തമുള്ളവരെല്ലാവരും കൂടെ ഈ കൊച്ചു പിള്ളേരെ നോക്കിയിട്ട് ഇവനാണ്ട് ചെയ്തിട്ട് നശിച്ചാന്ന് പറയുന്നതിനുള്ള ആ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയും കൂടെയാണ് ഈ കാണുന്നത്. ഇമാതിരി വീഡിയോസ് അല്ലെ ഇങ്ങനത്തെ ചിന്താഗതി തന്നെ തെറ്റാണ്. ഇത് നിങ്ങളുടെയൊക്കെ കുഴപ്പമാണ്. ഇത് പേരൻസിന്റെ കുഴപ്പമാണ്. പേരൻസ് ആയിട്ട് ജീവിക്കുന്ന മനുഷ്യര്, ഇവിടെ ഈ സമൂഹം നയിക്കുന്നവര്, അല്ലെങ്കിൽ സമൂഹത്തിലെ ഇച്ചിരി പവർഫുൾ ആയിട്ടുള്ളവര്, അല്ലെങ്കിൽ കാര്യപ്രാപ്തി ഉണ്ട് എന്ന് പറയപ്പെടുന്നവർക്കൊന്നും ഇല്ലാത്ത അറിവിന്റെ പ്രശ്നമാണിത്. മനസ്സിലാവുന്നുണ്ടോ? ഇവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെ അറിയാവുന്ന ഇതാണ് പോലീസ് കേസ്, അവനെ നശിപ്പിച്ചേക്ക്. ഈ മീഡിയ ചെയ്യുന്ന എന്താണ്? ഇങ്ങനെ പിടിക്കുന്ന പിള്ളേരുടെ എല്ലാം വീഡിയോ എടുത്തിട്ട് അവരുടെ ഭാവി നശിപ്പിച്ചില്ലേ? എത്ര പേരെ നശിപ്പിച്ച് ഇത്ര നാളോടെന്ന് അറിയോ? അതിനൊന്നും കുഴപ്പമില്ലേ? അതാണ് ഏറ്റവും ഡേഞ്ചർ. ഒരാൾ ഒരു കാലത്ത് ചിലപ്പോൾ ഒന്ന് അടിച്ചു കാണും. ഇപ്പൊ വേടന്റെ കേസ് തന്നെ ഞാൻ പറയാം. വേടന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഭയങ്കര കഞ്ചാവടിക്കാരനെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ നശിപ്പിക്കാൻ ശ്രമിച്ചില്ലേ ഈ സമൂഹം? എന്തോ അയാൾ ചെയ്തത്? പാട്ടുപാടി. അതുകൊണ്ട് കൊലപാതകം ചെയ്തതില്ലാത്ത അത്രയും ദുരന്തം അവനുണ്ടാക്കി കൊടുത്തു. ഇനിയിപ്പോൾ ആരെയാണേലും അത് ആ ഒരു എന്താ പറയുക, അതൊരു മീഡിയ അവർക്ക് ആഘോഷിക്കാൻ കുറെ വാർത്ത ഉണ്ടാക്കി ആർക്കോ കാശുണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. അന്ന് പോലീസ് ഓഫീസേഴ്സ് അതിനകത്ത് കിടന്ന് കളിച്ചത് എന്തിനാ? വല്ല രാഷ്ട്രീയ ഉദ്ദേശങ്ങളുള്ളവർ അതിന്റെ പുറകെ പിടിക്കും. ഈ നാട് നശിപ്പിക്കുന്നത് ഇങ്ങനത്തെ ചിന്താഗതികളാണ്. അല്ലാതെ ഈ പറഞ്ഞ പിള്ളേരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിവർത്തികേട് പിടിച്ച പിള്ളേർ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രായത്തിൽ അടിച്ചു പോയെങ്കിൽ അതിൽ അവരുടെ പുറകോട്ട് രജിസ്റ്റർ എടുത്താൽ ഈ പറഞ്ഞ വീട്ടിൽ ഈ അപ്പനും അമ്മയും കാണിച്ചു കൂട്ടുന്നത്, ഈ സ്കൂളിൽ കാണിച്ചു കൂട്ടുന്നത്, ഈ പറഞ്ഞ ഡ്രഗ്സിനെ പറ്റിയുള്ള അറിവില്ലായ്മ, ഇതെല്ലാം കൂടെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഈ അടിക്കുന്നവരൊക്കെ നിരപരാധികളാണ്. അവരെല്ലാം വിക്ടിംസ് ആണ്. അവരെ ഇത്രയും ബ്ലെയിം ചെയ്യുകയും അവഹേളിക്കുകയും അപമാനിക്കുകയും ഭാവി പോലും തകർക്കുന്ന രീതിയിൽ ഇടപെടുന്ന പോലീസും മീഡിയയാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് ഇമാതി എല്ലാവരുടെ ഇതുങ്ങളെ കുറ്റം പറഞ്ഞാൽ ഞങ്ങളൊക്കെ മിടുക്കന്മാരാ, ഞാൻ അടിച്ചില്ലെന്ന്. നീ അതിലും വലിയ കുറ്റം ചെയ്തിട്ടാണ് ഈ ഇത്രയും പേര് അടിക്കുന്നതെന്നുള്ള ബോധം പോലും ഇല്ലാതെ, അത് മനസ്സിലാക്കാനുള്ള ശേഷി പോലും ഇല്ലാത്ത, അതിന് പോലുമുള്ള വിവരമില്ലാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യര്. ഈ മദ്യത്തിനേക്കാൾ എന്താ പറയണ്ട സിവിയറിറ്റി കുറഞ്ഞൊരു ഡ്രഗാണ് ഈ കഞ്ചാവ് എന്ന് പറയുന്നത്. അതിനെ ഇവിടെ ഇല്ലീഗലാക്കി വെച്ചിട്ട് കളിപ്പിക്കുന്നൊരു കളിയുണ്ട്. മനസ്സിലായോ? വെറുതെ ഒരു കഞ്ചാവ് വളർന്നു വന്ന് ഇവിടെ എല്ലാം അങ്ങ് നട്ടു വളർത്തിയാലും ആരും അടിക്കാനൊന്നും പോകുന്നില്ല. ഇത്രയും പേരും അടിക്കുമോ? അങ്ങനെ ഇപ്പൊ ഈ അടിക്കുന്നുണ്ടല്ലോ എല്ലാവരും. എന്തിനാണ് ഈ ഇല്ലീഗൽ സാധനം മേടിച്ചടിപ്പിക്കാനായിട്ട് നിർബന്ധിക്കുന്നത്? ഈ മദ്യക്കച്ചവടം കൊണ്ട് ലാഭമുള്ളത് കൊണ്ട് ഈ കഞ്ചാവ് വളർന്നു വന്ന് ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ ഉപഭോക്താക്കൾ പകുതിയൊക്കെ ആകത്തുള്ളൂ. അല്ലാതെ എല്ലാവരും കഞ്ചാവ് അടിക്കത്തൊന്നുമില്ല, കള്ളു കുടിക്കും. കഞ്ചാവ് വെറുതെ കഞ്ചാവ് തോട്ടമുള്ള കാശ്മീരിലും കുളുമണാലിയിലൊക്കെ പോയിട്ട് ആൾക്കാർ അതിനിടെ നിന്ന് മലയാളികൾ വീഡിയോ ഇടുന്നൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പല പിള്ളേരും. അല്ലെങ്കിൽ ചില വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഇൻസ്റ്റയിലും മറ്റേ ഫേസ്ബുക്കിലൊക്കെ കിടപ്പുണ്ടാവും. എന്നിട്ട് അത് പോട്ടെ, അവിടെ ചെന്നിട്ട് ഇവന്മാർ വല്ലതും പറഞ്ഞടിക്കുമായിരിക്കും. ആ നാട്ടുകാരെന്താ അത്ര അടിക്കാത്തെ? അവിടെ ഇതൊക്കെ പറമ്പിൽ വളരുന്നുണ്ട്, കഞ്ചാവ് വളരുന്നുണ്ട്. എന്നിട്ട് അവിടെ ഉള്ള ഒരു ലോരും കഞ്ചാവ് അടിച്ച് നശിച്ചോ? രാജസ്ഥാനിലും ഗുജറാത്തിലൊക്കെ വളരുന്നുണ്ട്. ഇതൊന്നും അങ്ങനെ ഭയങ്കര സംഭവമായിട്ടല്ല അവർ ട്രീറ്റ് ചെയ്യുന്നത്. അല്ല, ഇതിന്റെ ബാങ്ക് എവിടെ നിന്ന് ഈ ബാങ്ക് ഉണ്ടാകുന്ന? ഈ ചെടി വളരാതെ ബാങ്ക് കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ കലയ്ക്ക് ചുമ്മാ കടയിലൊക്കെ മുറുക്കാൻ കൊടുക്കുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. എന്നിട്ട് അവിടെ ഉള്ളവരെല്ലാം ഇത് അടിച്ച് നശിച്ചിട്ടില്ല. ഈ സ്റ്റേറ്റിൽ മാത്രം ഈ തട്ടിപ്പ്, ഈ മദ്യ വ്യവസായം എന്ന് പറയുന്ന സാധനത്തിനകത്തുള്ള തട്ടിപ്പാണ് ഇതിന് കാരണമായിരിക്കുന്നത്. ഇല്ലേ കുറച്ചുകൂടെ പൈസയെങ്കിലും സേവ് ചെയ്യാൻ എല്ലാവരും കഞ്ചാവ് അടിച്ച് നശിക്കത്തൊന്നുമില്ല. ഈടടി കള്ളു കുടിച്ച് നശിക്കുന്നില്ലേ? അതിന് ഇത്രയും ടാക്സും മേടിച്ച് എന്നിട്ട് എന്ത് സംരക്ഷണം ഇവർക്ക് കൊടുത്തത്? ഈ മദ്യപിച്ചിറക്കുന്നതിന് വീണ്ടും ഊതിച്ച് പിടിച്ചിട്ട് അതിന്റെ പെറ്റി അടിപ്പിക്കും. ഇതുപോലെ ചൂഷണമല്ലാതെ ആ മനുഷ്യർക്ക് ഈ ടാക്സ് മേടിച്ചിട്ട് എന്ത് ചെയ്ത് കൊടുക്കുന്നു? മദ്യപാനികൾക്ക് അവർക്ക് ഇതിന് പാരലായിട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യണ്ടേ?
ഡി അഡിക്ഷൻ സെന്റേഴ്സ്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, ഇനി ആൽക്കഹോളിക് ആകുന്ന ആൾക്കാരുണ്ടാകും. അത് ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ്. കാരണം ഗവൺമെന്റ് സെല്ല് ചെയ്യുന്ന സാധനമാണിത്. ഇത്രയും മാരകമായ, ഇത്ര ഭീകരമായ, ഏറ്റവും ഒന്നാം നമ്പറായിട്ട് കൺസിഡർ ചെയ്യുന്ന മദ്യം വിറ്റിട്ട് ഇവരെന്തോ ചെയ്തത് ഇതിന് പാരലായി? ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് മദ്യപാനം ഓവറായാലേ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും തുറന്നു വെച്ചിട്ടുണ്ടോ? എത്ര ആത്മഹത്യകൾ, എത്ര കുടുംബങ്ങൾ വളർന്നുകൊണ്ട് മദ്യം കാരണം. ഇതിനകത്ത് പകുതി പേര് രക്ഷപ്പെട്ടെ ഈ കഞ്ചാവ് ലീഗിലാണെന്ന്. അവന്മാർ വല്ല കഞ്ചാവ് വളർത്തിയിട്ട് കുറച്ച് വല്ലതും വലിച്ച് എവിടെ ഇരുന്നേനെ. കിക്ക് മതി ആൾക്കാർക്ക്, അല്ലാതെ അത് ഇന്ന കിക്ക് തന്നെ വേണോ നിർബന്ധമൊന്നുമില്ല. പിന്നെ കഞ്ചാവ് അടിച്ചാൽ ഫിസിക്കൽ അഡിക്ഷൻ ഒന്നും ഉണ്ടായിട്ടൊന്നുള്ള പ്രശ്നങ്ങളൊന്നും കൈ കാലം മറിക്കത്തൊന്നുമില്ല രാവിലെ എഴുന്നേറ്റിട്ട്. ഈ പറഞ്ഞ നേപ്പാളിലൊക്കെ ഇരുന്ന ആൾക്കാർ വലിക്കുന്ന ഇതെല്ലാം ചുമ്മാ വലിച്ചുകൊണ്ട് നടക്കും ആൾക്കാർ. പണിക്കാരല്ലേ ഇതാ വലിക്കുന്നത്. എല്ലാത്തിനും ഈ പാവപ്പെട്ട പണിക്കാരൊക്കെ എന്തോ ഈ ഇന്ത്യ മൊത്തം വലിക്കുന്നത് എന്തോ ഈ സ്വാമിമാരിന്ന് വലിക്കുന്നുണ്ടല്ലോ. അവനൊക്കെ തുണിയില്ലാതെ അവനൊക്കെ ഓടുമ്പോൾ അവിടെ പോയി കൈയും കൂപ്പി നിൽക്കുന്നവരല്ലേ ഇവിടെ ഉള്ള വലിയ മുന്തിയവന്മാരെല്ലാം. ഈ കഞ്ചാവ് വലിച്ചിരിക്കുന്നതിന്റെ മണിയെ പോയി തട്ടുന്ന ഇതൊന്നും വീഡിയോ ഒന്നും കണ്ടിട്ടില്ലേ? അതിനൊന്നും ഇല്ലാത്തൊരു പ്രശ്നം കേരളത്തിൽ എങ്ങനെ? ഈ കേരളത്തിലുള്ള ഈ അഴിമതി ഉണ്ടല്ലോ, ഈ മദ്യം ഇതൊരു മാഫിയാണ്. ഈ മദ്യമാണ് പ്രശ്നം. മദ്യത്തിനെ കൺട്രോൾ ചെയ്യുക ആദ്യം ചെയ്യേണ്ടത്. ലഹരി വിമുക്ത കേരളമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം കൺട്രോൾ ചെയ്യേണ്ട മദ്യമാണ്. അതിന് വേണ്ടുന്ന ബോധവൽക്കരണവും അതിന് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല. എന്നിട്ട് അതിനെ അങ്ങനെ മറച്ച് വെച്ച് സൈഡിൽ കൂടെ അങ്ങ് കച്ചവടം ചെയ്തിട്ട് ഇതിനെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവിടെ ആർക്കും ഇത്രയും കിട്ടുന്നത്? കഞ്ചാവും MDMA ഒക്കെ എവിടെ നിന്ന് ഇത്രയും കിട്ടുന്നത്? ഈ മദ്യം പോലെ സുലഭമാണോ അത്? അപ്പൊ ഇത് ഇല്ലീഗലായിട്ട് വരുന്ന സാധനങ്ങൾ കുറച്ചൊരു ഉപയോഗിക്കുന്നുണ്ട്, ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു. അതിന്റെ 100 ഇരട്ടിയും 1000 ഇരട്ടിയൊക്കെ ആയിരിക്കും കള്ളു കുടിച്ചിട്ട് ജീവിതം നശിപ്പിക്കുന്ന ആൾക്കാരുള്ളത്. അപ്പൊ ഇതിനെ മാത്രം ഇങ്ങനെ എന്തോ ഭീകരാവസ്ഥ. ഈ സാധനം നിൽക്കാത്തതിന്റെ കാരണം എന്നാന്ന് വിചാരിച്ചേ? ഇതിനെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ കഞ്ചാവും MDMA ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കണ്ണി പൊടിയിടുകയാണ്. കഞ്ചാവെന്നും MDMA എന്നും പറഞ്ഞ് ഈ സമൂഹത്തിന്റെ കണ്ണിലെ മറയ്ക്കുകയാണ് ഇവര്. യഥാർത്ഥമായ ഭീകരൻ ഇതുവഴി കടലൻ കപ്പലിൽ തന്നെ എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും ഭീകരൻ ഇവിടെ ഇങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ വീടുകളിലും ഇത് നാശം വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു ഇല്ലീഗൽ സാധനം വെച്ചിട്ടുണ്ടല്ലോ, ഇത് പിടിച്ചിട്ട് വാർത്തകൾ, ഭയങ്കരമായ സംഭവം, ഇതെല്ലാം നടത്തുക. എന്തിന്? എനിക്ക് മനസ്സിലായിട്ടില്ല. ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് ഇല്ലീഗലൊന്നുമല്ല. ഇല്ലീഗൽ നല്ല ഇതൊക്കെ ചുമ്മാ നടന്ന് ചുമ്മാ പറിച്ച് തിന്നുന്നവർ വരെ ഉണ്ട്. ഇതിന് വീര്യം കൂടുകയോ വിഷ കഞ്ചാവ് ഉണ്ടാവുകയോ ഒന്നും ചെയ്യത്തില്ല. ഇത് നട്ട് വളർത്തിയാലും അടിക്കട്ടെ എന്ന് പറയാൻ എന്ത് ഇവർക്ക് ബുദ്ധിമുട്ട്? അങ്ങനെ അതിന് സെയിം സിറ്റുവേഷൻ അല്ലേ ഇപ്പോൾ ഉള്ളത്. ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഇത് പിടിക്കാതെ ഇത് കിട്ടുന്നില്ല, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കിലോ കണക്കിന് ഭയങ്കര കഞ്ചാവ് എടുത്തോ MDMA എടുത്തോ എല്ലാം നടന്നു. അതും ഈ ഒരാൾ പറഞ്ഞ് നട്ട് വളർത്തി അടിക്കുന്നത് തമ്മിൽ എന്താണ് വ്യത്യാസം? അടിക്കുന്നവരെല്ലാം അടിക്കുന്നില്ലേ? അവർ നട്ട് വളർത്തി അടിക്കട്ടെന്നേ. നിങ്ങൾ അതിനകത്തൊന്ന് പ്രശ്നക്കാരെ പിടിക്കുക. കൂടുതൽ അടിക്കുന്നവരുണ്ടെങ്കിൽ അപ്പൊ അവിടെ വീട്ടിൽ തന്നെ അറിയാൻ പറ്റും ഇവൻ ഭയങ്കര പ്രശ്നമാണ്, അപ്പൊ അവന് ട്രീറ്റ്മെന്റ് വേണം. അങ്ങനെ വല്ല പ്രശ്നം കഞ്ചാവ് അടിച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കഞ്ചാവ് അടിച്ചിട്ടുള്ളവരെയും കള്ളു പിടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവരെയും MDMA അടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവരൊക്കെ പിടിക്കേണ്ടി വരും. അല്ലാതെ ഇത് ചുമ്മാ അവിടെയൊക്കെ ആൾക്കാർ കള്ളു പിടിച്ചൊന്നും പ്രശ്നമൊന്നുമില്ല. എല്ലാവരും കള്ളു പിടിച്ചിട്ട് റോഡിലാണ് കിടക്കുന്നത്. അങ്ങനെ അസുഖമുള്ളവരുണ്ട്, ആൽക്കഹോളിക്കായ മനുഷ്യരുണ്ട്. അവർക്കത് ടോളറൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അവരുടെ മാനസിക പ്രശ്നമാണ്. അവരുടെ മെന്റൽ ഹെൽത്ത് വീക്ക് ആയതുകൊണ്ട് മാത്രമാണ് അവർ അങ്ങനെ അതിനെ മിസ്യൂസ് ചെയ്യുക, അബ്യൂസ് ചെയ്യുക ചെയ്യുന്നത് എന്നുള്ളത് മറച്ചുകൊണ്ട് ഇത് ഈ ഡ്രഗിന്റെ കുഴപ്പമാണെന്ന് പറയുന്നിടത്താണ് ഈ തെറ്റിരിക്കുന്നത്. ഇത് ഡ്രഗ്സിന്റെയോ മദ്യത്തിന്റെയോ കുഴപ്പമല്ല, അല്ല ചായയുടെ കാപ്പിയുടെ കുഴപ്പമല്ല. ഇത് അടിക്കുന്നതിനുള്ള മാനസിക നില അറിയാതെ ഒരു മാനസിക പ്രശ്നമുള്ള ഒരാളുടെ ഇത് കിട്ടരുത്. അല്ല അവനെ മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ മാന്യമായിട്ട് മദ്യപിക്കുകയോ കഞ്ചാടിക്കുകയോ ഇനി MDMA എന്തുമായി അടിച്ചാലും ഇവന് ശല്യമില്ല, പ്രശ്നമില്ല, അവൻ കൺട്രോൾ യൂസറാണെന്ന് അവന് തന്നെ ബോധ്യം ഉണ്ടെങ്കിൽ അത് അവന് ഗവൺമെന്റിനെ അറിയിച്ചുകൊണ്ട് വല്ല കാർഡോ വല്ലതൊക്കെ കൊടുക്ക്. അപ്പൊ ആ ബാക്കിയുള്ളവരെ പിടിച്ചാൽ പോരെ? എന്തിനാണ് ഈ ഇതിനകത്തൊക്കെ കയറി കിടന്ന് ഇത്ര മെനക്കെടുന്നത്? ഇവരിന്ന് ഈ ഊരിക്കുന്ന റോഡിൽ ആക്സിഡന്റ് ഉണ്ടാകാതിരിക്കുക. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ ഒരു ബിയറൊക്കെ അടിച്ചവന് പോലും 10,000 രൂപ കൊടുക്കും. അതൊക്കെ തെണ്ടിത്തരവല്ലേ? അയാൾ എന്താ അവിടെ ഉണ്ടാക്കാനാ? ജീവിതത്തിലൊരു അവിടെ ഉണ്ടാക്കിയിട്ടില്ലാത്തവൻ ഒരു ദിവസം ഒരു ബിയർ കുടിച്ചു, അവന് കിട്ടും പെറ്റി. എന്തിന്? ഇതൊക്കെ നോക്കി കണ്ടും ചെയ്യാൻ എന്താ ഇവർക്ക് അറിയത്തില്ലെന്നാണ് വിചാരിച്ചത്? ഈ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇരിക്കുന്നവർക്ക് ആ സർക്കിളിലുള്ള മുഴുവൻ ആൾക്കാരെ അവരെ അറിയാം. അപ്പൊ അതിനകത്ത് കുഴപ്പക്കാരെ അവർക്ക് അറിയാം. കുഴപ്പക്കാരെ അവർ നോക്കത്തില്ല. അല്ലാത്തവനെ പിടിച്ചിട്ട് വൻ സീന. ഇവിടെയുള്ള ഈ നൊട്ടോറിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇറങ്ങി ചുമ്മാ കൂളായിട്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ? ഇവിടുത്തെ വേറെ പ്രശ്നങ്ങളുണ്ട്. ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി നോക്കേണ്ട വേറെ സ്ഥലമുണ്ട്. മാൻ മിസ്സിംഗ്, ഒരുപാട് പേരെ കാണാതാവുന്നുണ്ട്. അതിനെപ്പറ്റി ഇതുവരെ ഒരു സംഭവമില്ല. തൂഫാൻ, തണ്ടർ, എന്നിട്ട് ഇത് ഒരു സൈഡിൽ കൂടെ വൻ കച്ചവടം, ലാഭവും, ബാറും ലിക്കർ ഷോപ്പും. എന്ത് ലഹരി വിരുദ്ധത എന്ന് പറയുന്നത്? ലഹരി വിരുദ്ധത അല്ല ഇത്. ഇതൊരു ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ കുറച്ച് പരിപാടികൾ അവതരിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. MDMA എന്ന് പറഞ്ഞാൽ ഡ്രഗൊന്നും ലീഗലാക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ കഞ്ചാവ് ലീഗലാക്കണം. ഈ സമ്പന്ന വികസിത രാജ്യങ്ങളിൽ ഈ സാധനം പലയിടത്തും ലീഗലല്ലേ? കാനഡ ലീഗലൈസ് ചെയ്തില്ലേ? ഓസ്ട്രേലിയയിൽ എങ്ങാണ്ടൊക്കെ ലീഗലാണ്, ഏതൊക്കെയോ സ്ഥലങ്ങളിലൊക്കെ ലീഗലാണ്. ഇന്ത്യക്ക് ഡീറ്റെയിൽ വേണേൽ ഈ ഗൂഗിളിലോട്ടൊക്കെ നോക്കിയാൽ കിട്ടും. ഞാൻ അതൊന്നും എടുത്ത് ഭയങ്കര മറ്റവനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്തു നിന്നുള്ള എല്ലാ നോളജും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓരോ സ്റ്റേറ്റിന്റെ പേരൊക്കെ USA ഏതൊക്കെ സ്റ്റേറ്റ്സിലാണെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എല്ലാവർക്കും തപ്പിയാൽ കിട്ടും. പിന്നെ ഈ ഡ്രഗ്സുകളുടെ മനുഷ്യനുണ്ടാക്കുന്ന ഹാം അതെന്താണെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആൽക്കഹോൾ ഒന്നാമത് നിൽക്കുന്ന സുലഭമായതുകൊണ്ടാണ് നമ്പർ ഓഫ് പീപ്പിൾസ് അഫക്റ്റഡ് എന്നൊക്കെ പറയുന്ന സാധനം. പക്ഷേ ഒന്നാമത് അവരൊന്നും അല്ല. ഈ ഫെന്റാനലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹെറോയിൻ, ബ്രൗൺ ഷുഗർ ഇങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കള്ളു കുടിക്കുന്നത് അത്ര കുടിച്ചാൽ ചിലപ്പോൾ നേരത്തെ തട്ടിപ്പോവും. പക്ഷെ
കൂടുതൽ പേര് അഫക്റ്റ് ആയിരിക്കുന്നത് മദ്യത്തിലാണ്. മദ്യം ഈ പാൻക്രിയാസിനെ അഫക്ട് ചെയ്യുന്നു, ഡയബറ്റീസ് ആവുന്നു. ഡയബറ്റീസ് ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്നതും രോഗികളാക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മദ്യത്തിനെ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ കൺട്രോൾ ചെയ്യും? ഇതെല്ലാം നമുക്ക് ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കോമൺ സെൻസ് ഒക്കെ ഉപയോഗിച്ച് ഞാനൊരു കാര്യം പറയാം. ഏതൊരാളും ഏത് പ്രായത്തിലും ആയിക്കോട്ടെ, അവൻ എന്തെങ്കിലും ടെൻഡൻസി ഉണ്ടായാൽ വളരെ കൂളായിട്ട് ഈസി ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു സൊസൈറ്റി വേണം. വളരെ കൂളായിട്ട് ഡീൽ ചെയ്യുന്ന ഡോക്ടർമാർ വേണം. ഇവരെല്ലാവരും മദ്യപിക്കുന്നവരും കഞ്ചാവടിക്കാൻ താല്പര്യമുള്ളവരും ഒക്കെ ചെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. എന്നിട്ട് അവൻ്റെ ഹെൽത്തിനെ പറ്റി ആദ്യം മനസ്സിലാക്കണം, അവൻ്റെ ടോളറൻസിനെ പറ്റി മനസ്സിലാക്കണം, അവൻ്റെ കപ്പാസിറ്റിയെ പറ്റി മനസ്സിലാക്കണം, അവൻ്റെ മെന്റൽ ഹെൽത്തിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഈ അടിക്കുന്ന കെമിക്കൽ ഉണ്ടാക്കാൻ പോകുന്ന വ്യത്യാസങ്ങൾ, കിക്ക്, അതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സിനെ പറ്റി എല്ലാം ഇവനെ അറിഞ്ഞ് പഠിച്ചിരിക്കണം. നല്ലപോലെ പഠിക്കണം. അല്ല, ഇത് ചുമ്മാ ഇങ്ങനെ വലിച്ചു കയറ്റി അടിക്കുന്ന സാധനം അല്ലെന്നുള്ളത് ആദ്യം ഉണ്ടാക്കണം. ഇത് പഠിപ്പിക്കണം, എല്ലാത്തിനെ പറ്റി പഠിപ്പിക്കണം, നല്ലപോലെ പഠിപ്പിക്കണം. ഇതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കണം. ഇത് എങ്ങനെ അടിച്ചപ്പോഴാണ് ഇയാൾക്ക് പ്രശ്നം ഉണ്ടായത്, ഇനി കുറച്ച് അടിച്ചുള്ളെങ്കിൽ പോലും അയാളുടെ മെന്റൽ ഹെൽത്ത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ആയെന്നറിയണം. അല്ലാതെ ഇതൊന്നും അറിയാതെ ഒരു വക അറിയത്തില്ല. ഇത് മാത്രമല്ല, ഒന്നും അറിയത്തില്ല. മര്യാദയ്ക്ക് ആൾ പിടിക്കാൻ പോലും അറിയത്തില്ല, സിഗരറ്റ് പിടിക്കാൻ അറിയാം, അതുമില്ല. ചുമ്മാ തോപ്പിരുന്ന് അങ്ങ് തോന്നി പോലെ വരുന്ന കാണിക്കുന്ന ഒരു സമൂഹം. അതിനകത്ത് യാതൊരു ഇതില്ലാത്ത കുറെ പേരൻസും ഇവിടുത്തെ ഈ പറഞ്ഞ മൂത്തുമരടിച്ച കുറെ ഭരണാധികാരികളും പിന്നെ എങ്ങും ഇല്ലാത്ത കുറെ ഫൈനും അല്ലെങ്കിൽ കുറച്ച് കേസും ഉണ്ടാക്കാനായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന കുറെ പോലീസുകാരൊക്കെ ഇവിടെ ഉള്ളന്നേ. പലർക്കും അറിയത്തില്ല. ഈ പോലീസുകാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒന്നും ഒരു വിവരം ഇല്ലാത്ത ഒരു എക്സസൈസിലൊക്കെ ഇരിക്കുക. കേട്ടില്ല എന്നൊരിടയ്ക്ക് കഞ്ചാവിനെ പറ്റിയൊക്കെയാണ് ഒരുത്തൻ ക്ലാസ് എടുത്തത്. പമ്പര വിടുത്തരം പറയുക. എന്നാൽ ഇതിന് അറിവുള്ളവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക. കുറച്ച് അറിവുള്ളവരെയൊക്കെ പിടിച്ച് എവിടെയെങ്കിലൊക്കെ കൊണ്ട് ഇരുത്ത്. ഈ ചൂഷണവും ഈ പറഞ്ഞ പോലെ എനിക്ക് തിന്നണം, എനിക്ക് മാത്രം തിന്നണം എന്നുള്ള ബോധവും ഒക്കെയുള്ള ആൾക്കാർ വിചാരിച്ചത് നടക്കത്തില്ല. ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഒക്കെ വേണമെന്ന് സ്കൂളിലെ പഠിപ്പിക്കുക. കുറച്ചുപേരൊക്കെ പോയി നോക്കട്ടെ. എന്താണ് ഇങ്ങനെ നശിച്ചല്ലേ കിടക്കുന്നത്? ഇതേ രീതിയല്ലേ ഇന്ന് വരെ തുടർന്നുകൊണ്ടിരുന്നത്? എന്നും ഇതല്ലേ ചെയ്തത്? ഇതിനകത്ത് മാറ്റവും ഇല്ല, ഗുണവും ഇല്ല. സമൂഹം നശിക്കുന്നേ, യുവത്വം നശിക്കുന്നേ, ഭാരത ഇല്ലാണ്ടാകാൻ പോവാണ്, ഇവിടെയുള്ള യുവാക്കളെല്ലാം നശിച്ചെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് 25 വർഷമായി. 25 വർഷമൊക്കെ ഇതേ കാര്യം കേട്ടിട്ട് പോലും ലജ്ജയില്ലാത്തവരെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇനി ഇങ്ങനെ തന്നെ തുടരുമോ ഇനി 25 വർഷം? അപ്പൊ ഇവിടെ ശരിയാവുന്ന അത് ആകെ അറിയാവുന്ന ഇതേ ഉള്ളൂ. മറ്റൊരു മാർഗം ഒന്ന് ശ്രമിക്കാൻ പോലുമുള്ള ധൈര്യമോ അതിനുള്ളൊരു ബോധമോ അതിനൊന്ന് പ്രയത്നിക്കാൻ പോലും തയ്യാറല്ലാത്തതിന് കുഴപ്പമില്ല. ഇതൊക്കെ ഇത്രയും മനുഷ്യൻ നശിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പഴയ പോലെയൊക്കെ തന്നെ പിടിക്കുന്നു, എടുക്കുന്നു, പിന്നെയും കുറച്ച് കാലം വീണ്ടും കൂടുന്നു, പിന്നെയും പിടിക്കുന്നു, പിന്നെയും കുറച്ച് വേറെ പേരെ കേസ് പിടുത്തുന്നു, ഇവരെല്ലാം കേസ് പ്രതിയാക്കുന്നു, അവരെല്ലാം സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തുന്നു, വീഡിയോ വരുന്നു, എല്ലാവരെയും പടമൊക്കെ എടുക്കുന്നു, അവനെ അങ്ങ് നശിപ്പിക്കുന്നു, വീണ്ടും അടുത്തവൻ വരുന്നു, അവനെയും പിടിച്ച് വീഡിയോ ഇട്ടിട്ട് അവനെ കുടുംബം കുളം തോണ്ടുന്നു, അവന്റെ ഭാവി നശിപ്പിക്കുന്നു. പിന്നെ അടുത്ത വർഷം നമ്മൾ തന്നെ വീണ്ടും അടുത്ത പറഞ്ഞു വരുമ്പോൾ അവർ പറയും വേറൊരു പേരെടുത്തു. തൂഫാനൊക്കെ ഒരു തണ്ടറൊക്കെ വന്നിപ്പോ. ഇനി മറ്റേ കത്രീനൊക്കെ വരുന്നുണ്ട്, ഇതിനും കൂടിയ സാധനം. പിന്നെ പോട്ടെ, ഈ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പൊ പലയിടത്തും കണ്ടോണം കൊലപാതകവും ആത്മഹത്യയും എല്ലാം നടക്കും. ഇവര് പാരലായിട്ട് ഇവര് പിടിക്കുന്നവരെയോ അഴിച്ചുകൊണ്ടിരുന്നവരെയോ കൺസേൺ ഇല്ല. അവരെന്തോ പറഞ്ഞിട്ടുള്ളത് ഇത് കിട്ടാതായവരെ പറ്റി. ഇവരിങ്ങനെ കിട്ടാതെ കുറെ പേർക്ക് ഈ സാധനം കിട്ടാതാകുമ്പോൾ വയലന്റ് ആവും, വിഡ്രോൾസ് സിംറ്റംസ് പലതും കാണിക്കും. അപ്പൊ അവരെന്ത് ചെയ്യണം? ആരെ അറിയിക്കണം? രമേശ് ചെന്നിത്തല വിളിച്ച് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല കൊണ്ട് അഡ്മിറ്റ് ആക്കാൻ ഏത് ആശുപത്രിയാണ് ഉള്ളത്? ഇത്രയും ആൾക്കാർക്കുള്ള റീഹാബിലിറ്റേഷൻ സെന്റർ എവിടെ? ഇത് നമ്മൾ ആരെയും തോപ്പിക്കാനല്ലോ ഇത് ചെയ്യുന്നതാണോ? ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ എവിടെ? അടിച്ചവരെല്ലാം ഇവിടെ ജനിച്ചു വളർന്നവർ ജനിച്ചപ്പോൾ തൊട്ട് ഇതിനു വേണ്ടി ജനിച്ചതാണ് ഇവരൊക്കെ. ഈ സമൂഹത്തിൽ ജനിച്ചതിന്റെ പ്രശ്നമല്ല ആ കുട്ടി അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീയൊക്കെ അപ്പൊ എവിടെ വന്നു? കുറെ കൊല്ലമായല്ലോ. എത്ര വയസ്സുണ്ട് നിനക്കൊക്കെ? ഈ പറഞ്ഞ മുതിർന്നവന്മാർക്കൊക്കെ, ഈ പറഞ്ഞ ഭരണത്തിലിരിക്കുന്നവരും മുന്തിയ പോലീസുകാരനൊക്കെ എത്ര വയസ്സുണ്ട്? നിങ്ങളൊക്കെ ഇവിടെ അല്ലേ ജീവിച്ചത്? നിങ്ങളൊക്കെ മുന്നിൽ തന്നെയല്ലേ ഇതെല്ലാം നടന്നത്? എന്നിട്ട് 25 വയസ്സ് താഴെയുള്ളവനെ എങ്ങനെ നിങ്ങൾക്ക് കുറ്റം പറയാൻ നാണാവുന്നില്ലേ? ഇവനെ പോലത്തെ പേരൻസിന് നാണാവുന്നില്ലേ ഇത് പറയാൻ? ഇത്രയും നിങ്ങളാണ് ഈ സമൂഹം ഇങ്ങനെ ആക്കിയത്. എന്നിട്ട് ആ പിള്ളേരെ പിടിച്ച് അപമാനിച്ചും അവൻ്റെയൊക്കെ ഭാവിയും കൂടെ തകർത്തിട്ട് ഒരു റീഹാബും ഇല്ല, ചികിത്സയില്ല, ഒരു മൈലും ഇല്ലാതെ ഡ്രാമയും ഹീറോയിസവും സിനിമയൊക്കെ പോലെ അങ്ങ് കാണിക്കാൻ ഉൾപ്പുണ്ടോ നിങ്ങൾക്ക്? ഇതാണോ ചെയ്യേണ്ടത്? നിങ്ങൾ എവിടെ റീഹാബിലിറ്റേഷൻ കൊടുക്ക്? ഒത്തിരി പേർക്ക് ആവശ്യം വരും. അതിന്റെ ആ സിസ്റ്റം എവിടെ? അതിനെപ്പറ്റി ഒന്നും ഞാൻ കേട്ടില്ല. ഞാൻ ഒരു വാർത്തയും കണ്ടില്ല. അതാണ് ആദ്യം വരേണ്ടത്. ഇവർക്ക് സ്വയമേ വരാൻ പറ്റണം. പിന്നെ പിടിക്കുന്നവരെ കൊണ്ടിടണം. പിടിക്കാതിരിക്കരുതെന്നും പറയത്തില്ല, പിടിക്കുകയും വേണം. ഈ സാധനമൊക്കെ പിടിക്കേണ്ടവരെ പിടിച്ച് കൺട്രോളായിരിക്കണം ഇതൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ യൂസ് ചെയ്യാൻ ഇപ്പൊ ആൾക്കാർക്ക് എന്തെങ്കിലും മദ്യമോ ഈ പറഞ്ഞ പോലെ കഞ്ചാവോ ആണ് ആവശ്യമെങ്കിൽ അത് ലീഗൽ കഞ്ചാവ് ആവശ്യമാണ്. അതിന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടണം. ഇത് അങ്ങനെയല്ലേ ഈ കൊള്ളാവുന്ന മനുഷ്യർ നല്ല നല്ല രാജ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അവിടുത്തെ മനുഷ്യരൊക്കെ ഇതുപോലാണോ? അവിടെ ഭരണാധികാരികൾ മെച്ചപ്പെട്ടവരാണ്. അവർക്കത് മാനേജ് ചെയ്യാനുള്ള സിസ്റ്റം അത്രയ്ക്ക് സെറ്റ് ചെയ്യാൻ അറിയാം. അവർ അത്രയും വൃത്തിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്താണ് ഈ മനുഷ്യനെ കൺസേൺ ചെയ്യുക ഉള്ളത് കൊണ്ട് എന്താ അവിടെ ഇത്രയും പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെയുണ്ട് അഡിക്സ് ഉണ്ട്, ഈ ഡിഅഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. പക്ഷെ ഇത്രയും കേസ് കാണത്തില്ല. അവിടെ കേസുകൾ കുറവും, ഈ സാധനം കൂടുതലുമായിരിക്കും. ക്രൈം റേറ്റ്സ് വരെ കുറയും.
ഈ മെന്റൽ ഹെൽത്തിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആ കൊച്ചിനെ കൊന്നു ഒരുത്തൻ, അവൻ എന്തിനാ കൊച്ചിനെ കൊന്നു? അവൻ മാനസികമായി തെറ്റി കിടക്കുന്നവനാണ്, അവൻ വയലൻസ് ഉള്ളവനാണ്, അവന്റെ ഭാര്യ നേരത്തെ തലക്കടിച്ച് കോമയിലാക്കിയവനാണ്, അവൻ വയലന്റ് ആണ്, അവൻ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ളവനാണ്. അവനെ കെയർ ചെയ്യാതെയും ട്രീറ്റ്മെന്റ് കൊടുക്കാതെയും വിട്ട് അവൻ കൊച്ചിനെ കൊന്നപ്പോൾ കൊച്ചിനെ മാപ്പ്, കൊച്ചിന് വേണ്ടി കരച്ചില്, ഞാനൊരു അമ്മയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ വീഡിയോ, എന്നിട്ട് എല്ലാം ഇവിടെ കിടന്ന് സഹതപിക്കുക. ഇതെന്തൊരു എത്ര പ്രാവശ്യം ഇവർ സഹതപിക്കുക? എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് സഹതപിക്കാൻ തോന്നുന്നില്ല പലപ്പോഴും ഇത് കാണുമ്പോൾ. ഇത് എത്രാമത്തെയാ? അപ്പോഴും ഇതേപോലത്തെ കവിത എഴുതി കുറെ അളിഞ്ഞ പരിപാടിയായിട്ട് നടക്കുന്ന നശിച്ച മനുഷ്യര്, അതിലെല്ലാവരും ഹാപ്പിയാ. പക്ഷെ ഇത്രയും ദുരന്തം പിടിച്ചൊരു നാട്, ഇത്രയും ദുരന്തം പിടിച്ച ഭരണാധികാരികൾ, അഴിമതികൾ, ഇത്രയും അഴിമതി നടക്കുന്നതിൻ്റെ ഇതിന് ഉത്തരവാദികൾ ഈ അഴിമതിക്കാരാണ്. എല്ലാവരും കണക്കാ. എന്താ കോൺഗ്രസ് ഭരിച്ചോണ്ടിരുന്നപ്പോൾ ഇവിടെ കഞ്ചാവ് മയക്കൊന്നും ഇല്ല, ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ ഇത് തന്നെയല്ലേ? പിണറായി വിജയൻ വന്നപ്പോൾ എന്താ പിന്നെ അത് എന്നത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇയാൾ വന്നു കഴിഞ്ഞ് ഇതെല്ലാം കൂടെ നിർത്തി കഴിയുമ്പോൾ കണ്ടോണം, എല്ലാം ഇവിടെ കള്ളു കുടിച്ച് ഭരിക്കാൻ തുടങ്ങും. അടുത്തൊക്കെ ഭരണം വന്നിട്ട് പറയും മദ്യം പ്രശ്നമാണെന്ന് പറയുമോ, ഗവൺമെന്റാണ് പ്രശ്നം എന്ന് പറയിക്കുമോ? ഇതൊക്കെ പൂർണ്ണമായിട്ട് നിർത്തി അതിന് നല്ല പേരുദോഷം കിട്ടും. ഗവൺമെന്റ് അച്ചോളം ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ എഴുതി വെച്ചുതരാം. എല്ലാം നിങ്ങൾ നോക്കൂ. ഇതെല്ലാം നിർത്തിയിട്ട് ആ കള്ളു കുടിപ്പിക്കുക എല്ലാവരും കൂടെ. ഈ പറഞ്ഞ എല്ലാം കയറി കള്ളു കുടിക്കട്ടെ, കാണാം. കള്ളു കുടിച്ചിട്ടുള്ള ആക്സിഡൻസ് കൂടും, കൊലപാതകം കൂടും, കുടുംബ പ്രശ്നങ്ങൾ കൂടും, എല്ലാം കൂടും. കാരണം ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് പോകേണ്ടതുണ്ട്. കൂടുമല്ല ഞാൻ പറഞ്ഞത്, അതിലോട്ട് അറ്റൻഷൻ കൂടുതൽ കിട്ടും. കൂടത്തില്ല, അങ്ങനെ പറയുന്നില്ല. കാരണം മദ്യപിക്കുന്ന കഞ്ചാവിനൊക്കെ നല്ലതാണോ അല്ലെങ്കിൽ മേടിച്ചവരെല്ലാം മാറ്റി ഭയങ്കര മര്യാദ കണക്കാണെന്നോ അല്ല അതിന് മനസ്സിലാക്കേണ്ടത്. ഇവിടോട്ട് ഈ കൂട്ടരെല്ലാം കൂടി ഒരു സൈഡിൽ വന്നു കഴിയുമ്പോൾ ഇതിനോട് ശ്രദ്ധ കൂടും. എല്ലാ പ്രശ്നത്തിൽ ഉത്തരവാദി കള്ളു മാത്രമാവും. അതിലും നല്ലത് നമ്മൾ അതിനെ അങ്ങ് സേവ് ചെയ്തിട്ട് നമുക്ക് മറ്റേ കാശുണ്ടാക്കണ്ടേ? ഗവൺമെന്റ് ഒന്നും ആരാ? ബാർ ഓണേഴ്സ് ആരൊക്കെയാ? അവർക്കെല്ലാം നല്ലപോലെ നൈസായിട്ട് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക. മദ്യപാനികളൊക്കെ മദ്യപാനികൾ തന്നെ. ബാറി അടിച്ചിട്ട് ഇങ്ങനെ വയ്യാ കിടക്കുന്നത് ഇഷ്ടം പോലെ. ആ കച്ചവടം ഒന്നും മൂഞ്ചിക്കണ്ട. അത് നിങ്ങൾ പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആൾക്കാർ പിന്നെ അതിലും വലിയ പ്രശ്നമാക്കി വേറൊരു ഭരണകൂടം വന്നിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോവുക? ഇങ്ങനെയല്ല ഇത് മാനേജ് ചെയ്യേണ്ടത്. ഇതൊന്നും മാനേജ് ചെയ്യേണ്ട ഇങ്ങനെയല്ല. ഇതിന് ഞാൻ പറഞ്ഞ രീതിയാണ് ഏറ്റവും നല്ല രീതി. ഇതിനെല്ലാം മെഡിക്കൽ അറ്റൻഷൻ വേണം. ആരോഗ്യ സുരക്ഷാ വകുപ്പിനോടൊപ്പം മാനസിക ആരോഗ്യ സുരക്ഷാ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പ് എത്രയും പെട്ടെന്ന് ആഡ് ചെയ്യണം. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒരുപാട് വേണം. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോംസിന്റെ സമയമായിട്ടുണ്ട്. അതും മാക്സിമം ഓൾഡ് ഏജ് ഹോംസിനെ പ്രൊമോട്ട് ചെയ്യുക, റീഹാബിലിറ്റേഷൻ പ്രൊമോട്ട് ചെയ്യുക. പ്രൈവറ്റൈസ് മതി, പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ മതി. ഗവൺമെന്റ് തന്നെ എല്ലാം എടുക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഈ പിടിച്ചുകൊണ്ട് പോകുന്നവർക്കെല്ലാം നിർബന്ധമായ ട്രീറ്റ്മെന്റ് വേണം. ആരെ പിടിച്ചാൽ അവനെ പിടിച്ചിട്ടുണ്ടോ ട്രീറ്റ്മെന്റ് കൊടുക്കാതെ വിടരുത്. മനസ്സിലാവുന്നുണ്ടോ? അതായിരിക്കണം പ്രോട്ടോകോൾ. അല്ല ഇത് ഒരുമാതിരി തീട്ടം